കഴിഞ്ഞ വർഷം മെയ് 9 കൊന്നത്തടി കൊമ്പടിഞ്ഞാലിൽ തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനന്ദ്, അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ വെന്തു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് തീപിടിച്ചുണ്ടായ ദുരന്തത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം മരിച്ച ശുഭയുടെ ബന്ധുക്കളടക്കം ജനകീയ സമിതിയും ആദ്യഘട്ടം മുതൽ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ സംഭവം നടന്ന് ഒരു വർഷം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങുമെത്തിയില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. ഈ സാഹചര്യത്തിലാണ് സംഭവത്തിന്റെ ദുരൂഹത അഴിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ സമിതി ഈ മാസം 9 ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ റാലി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. മെയ് 9 പണിക്കൻകുടിയിൽ മരണപ്പെട്ടവരെ അനുസ്മരിച്ച് യോഗവും നടക്കുമെന്ന് ജനകീയ സമിതി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ആളുകൾ മരണപ്പെട്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം ഇതുവരെ പോലീസ് പറയുന്നില്ല. ആത്മഹത്യയാണെന്നോ അല്ലെങ്കിൽ കരണ്ടിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമാണെന്നോ അല്ലെങ്കിൽ ഒരു കൊലപാതകമാണെന്നോ എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ 9-ാം തീയതി അവരുടെ അനുസ്മരണവും ഒപ്പം തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസിലേക്ക് പ്രതിഷേധ റാലിയും കൂടെ സംഘടിപ്പിക്കുകയാണ്. കേസിന്റെ തുടരന്വേഷണം മുൻപ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. കേസന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുൻപ് ജനകീയ സമിതി ഹർത്താലടക്കം നടത്തിയിട്ടുണ്ട്. 4 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തമുണ്ടായതെങ്ങനെ, ഒരു മൃതദേഹമൊഴികെ മറ്റു മൃതദേഹങ്ങൾ പൂർണ്ണമായി തന്നെ കത്തിച്ചാമ്പലായതെങ്ങനെ തുടങ്ങിയ വിവിധ സംശയങ്ങൾ ജനകീയ സമിതി മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം സംഭവത്തിൽ മറ്റു ചില ദുരൂഹതകൾ ഉള്ളതായും ജനകീയ സമിതി ആരോപിക്കുന്നു. ഇക്കാര്യങ്ങളിലൊക്കെയും വസ്തുതാപരമായ അന്വേഷണം വേണമെന്നാണ് ജനകീയ സമിതിയുടെ ആവശ്യം. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനകീയ സമിതി ഭാരവാഹികളായ അനിൽ ദേവസ്യ, വിനോദ് കറുകപ്പിള്ളിൽ, ഷാജി ചേലമറ്റം, കൊന്നത്തടി പഞ്ചായത്ത് അംഗം വിൽസൺ കള്ളിക്കൽ, ഗിരീഷ് വയലുങ്കൽ, ഷിജി ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. കേരള 1 മലയാളം, ഇടുക്കി.